81 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് CPIM. ധർമ്മടത്ത് പിണറായി വിജയൻ, പേരാവൂരിൽ KK ശൈലജ. 56 സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നു. LDF-ന്റെ റോഡ് ഷോ തുടരുകയാണ്. തലശ്ശേരിയിൽ എൻ ഷംസീർ ഇല്ല, പകരം കാരായി രാജനായിരിക്കും തലശ്ശേരിയിൽ മത്സരിക്കുക. അങ്ങനെ പോർമുഖം തുറന്നിരിക്കുന്നു. ആവേശം അലയടിക്കുകയാണ്. ഒരു കൊട്ടിക്കലാശത്തിന് സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ആദ്യ മണിക്കൂറിൽ തന്നെ റോഡ് ഷോയുമായി കളം നിറയുന്ന ഇടത് സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ കാണുന്നത്. TV പ്രസാദും MG പ്രതീഷും ജയശങ്കറും ദീപക് മോഹനും അർജുൻ കല്യാടും അഭിജിത്ത് മുഴക്കുന്നും VS രഞ്ജിത്തും റോഷിബാലും ഉൾപ്പെടെ കേരളം അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ടർ പ്രതിനിധികൾ തയ്യാറാണ്. ദ കംപ്ലീറ്റ് ഇലക്ഷൻ കവറേജ് റിപ്പോർട്ടർ ചാനലിൽ മാത്രം. ഇപ്പോൾ തളിപ്പറമ്പിൽ നിന്ന് അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ കല്യാട്, വിവാദങ്ങൾക്കപ്പുറം, എതിർപ്പുകൾക്കപ്പുറം ഇതാ തളിപ്പറമ്പ് പിടിക്കാൻ PK ശ്യാമള എന്ന ശ്യാമള ടീച്ചർ ഇറങ്ങിയിരിക്കുന്നു. റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ആവേശമുണ്ട് പ്രവർത്തകർക്ക്? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലും വലിയ കോൺഫിഡൻസോടു കൂടിയാണ് തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്ന തൊട്ടു പിന്നാലെ തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ പ്രകടനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ ഉൾപ്പെടെ ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രകടനത്തിന്റെ ഭാഗമായി PK ശ്യാമള ടീച്ചർ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ടീച്ചറെ, നിയമസഭയിൽ ആദ്യമായിട്ടാണ്. എന്തുണ്ട് ഈ ഘട്ടത്തിലൊരു ശബ്ദമാണ് ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ടീച്ചർ പിന്നീട്, അതായത് ഈ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ വലിയ ബോർഡുകളും അതുപോലെ തന്നെ കൊടിതോരണങ്ങളും ഒക്കെയായി ടീച്ചർ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുകയാണ്. എന്തായാലും തളിപ്പറമ്പിൽ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് തളിപ്പറമ്പിൽ ടീച്ചർ LDF അല്ലാതെ മറ്റാര് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇതിന്റെ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ ടീച്ചർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PK ശ്യാമള ടീച്ചർ MB ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന രീതിയിൽ മാത്രമല്ല SFI-യിലൂടെ മട്ടന്നൂർ PRNSS കോളേജിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വരികയും പിന്നീട് തളിപ്പറമ്പ് നഗരസഭയുടെയും ആന്തൂർ നഗരസഭയുടെയും നഗരസഭ അധ്യക്ഷ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. അതിനുശേഷം മഹിളാ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരങ്ങളിലൂടെ ഒക്കെയാണ് ഇത്തരത്തിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നത് എന്ന് അല്പസമയം മുൻപ് നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ PK ശ്യാമള ടീച്ചർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും MB ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായി എന്നുള്ളത് കൊണ്ട് മത്സരിക്കാനുള്ള അയോഗ്യതയില്ല. നേരത്തെ ചില വിമർശനങ്ങളൊക്കെ, പല എതിർപ്പുകളുമൊക്കെ ഉയർന്നു വന്നതാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ആ വിമർശനങ്ങളും എതിർപ്പുകളും ഒന്നും തന്നെ ജനങ്ങൾ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഉയർത്തിയിട്ടുള്ള എതിർപ്പല്ല. അതൊക്കെ പലതരത്തിലും രാഷ്ട്രീയ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. തനിക്കെതിരെ വരുന്ന എതിർപ്പുകളൊക്കെ തന്നെ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ താൻ പാർട്ടി പ്രവർത്തകയായതുകൊണ്ട് ഉയർന്നു വരുന്ന എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെയാണ് എന്നുള്ളതാണ് PK ശ്യാമള ടീച്ചർ നേരത്തെ നടത്തിയിട്ടുള്ള പ്രതികരണത്തിലും വ്യക്തമാക്കിയത്. എന്തായാലും വലിയ ആവേശത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം ചൂടുപിടിക്കുകയാണ് തളിപ്പറമ്പിലും. ആ അർത്ഥത്തിൽ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ എല്ലായിടത്തും നമ്മൾ കാണുന്നത്. വോട്ടെണ്ണാൻ ഇനി 50 ദിവസത്തെ കാത്തിരിപ്പ്. അതുമാത്രമാണ്. പട്ടികയുമായി CPM രംഗത്തെത്തിയിരിക്കുന്നു. CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് നമുക്ക് പേരാമ്പ്രയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അവിടെ ചെണ്ടമേളത്തിന്റെ ആവേശമാണ്. തളിപ്പറമ്പിൽ, വട്ടിയൂർക്കാവിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് അതേ ആവേശമാണ്. മട്ടന്നൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. VK സനോജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇതാ മട്ടന്നൂരിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഏരിയ സെക്രട്ടറി രതീഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പുരുഷോത്തമനുണ്ട്, അഭിജിത്തുണ്ട്. അഭിജിത്ത്, മട്ടന്നൂരിൽ ഒരു യുവമുഖത്തെ ഇറക്കുന്നു. VK സനോജിനെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ ഇറക്കുകയാണ് ഷുവർ സീറ്റിൽ. KK ശൈലജയ്ക്ക് പകരം VK സനോജ് എത്തുന്നു. സ്ഥാനാർത്ഥി നമുക്കറിയാവുന്നതുപോലെ KK ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ്. അവിടെ ഇത്തവണ ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥിയായി എത്തുന്നത് VK സനോജാണ്.
വലിയ വിജയ പ്രതീക്ഷ, അത് ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. വലിയ പ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷയിലാണുള്ളത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. ഇവിടെ കേരളത്തിനകത്ത് ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം കൊടുത്ത പോരാളിയാണ്. വിദ്യാർത്ഥി സമരങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാവാണ് സനോജ്. ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ സനോജ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ തവണ KK ശൈലജ ടീച്ചർ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തും, ചരിത്ര ഭൂരിപക്ഷം ഇവിടെ നേടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സനോജിനെ മട്ടന്നൂരിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മട്ടന്നൂർ കോളേജിൽ പഠിച്ച ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സനോജ്. ഇവിടെയുള്ള എല്ലാ സാമൂഹ്യ വിഷയങ്ങളിലും ശക്തമായി ഇടപെടൽ നടത്തി വരുന്ന നേതാവാണ് സനോജ്. എത്തുന്ന മുറയ്ക്ക് നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം. പേരാമ്പ്രയിൽ DP രാമകൃഷ്ണൻ റോഡ് ഷോ നയിക്കുന്നത് കാണാം. കളമശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. വ്യവസായ മന്ത്രി പി രാജീവ് കളമശ്ശേരിയിൽ റോഡ് ഷോയുമായി മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത്. VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നമുക്ക് ആ ഡ്രോൺ ദൃശ്യങ്ങൾ കൂടി കാണാം. വലിയ ആവേശത്തോടുകൂടി ആ റോഡ് ഷോ മുന്നേറുകയാണ്. ഇതാ VK സനോജ് എത്തിക്കഴിഞ്ഞു. ഒപ്പം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും ഉണ്ട് സനോജിനൊപ്പം. വസീഫിനെ കുറിച്ച് സീറ്റില്ല, പക്ഷേ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ ഇതാ ആവേശത്തോടെ മട്ടന്നൂർ എന്ന സ്വന്തം നാട് ഏറ്റെടുക്കുകയാണ്. നേരത്തെ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. VK സനോജിന് അത്രയധികം ആവേശമുണ്ട്.